നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 318th day. Today 8th sloka of 5th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 318 ദിവസം. ഇന്ന് 5ാമത്തെ അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയാൽ വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 5ാം അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകം. വിത്തം ഹൃത്വാ പുനശ്ചൈന്യം മാരയിഷ്യതി നിശ്ചിതം അദോർത്തഗുപ്തയേ ഗൂഢം അസ്മാഭി കിം ന ഹന്യതേ. വിത്തം ഹൃത്വാ പുനശ്ചൈനം മാരയിഷ്യതി നിശ്ചിതം അദോർത്തഗുപ്തയേ ഗൂഢം അസ്മാഭി കിം ന ഹന്യതേ. ഓം തത്സത്. ഈ സ്ത്രീകൾ, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, ഈ സ്ത്രീകൾ ഇവനിങ്ങനെ കളവ് ചെയ്യുന്നുണ്ട്, ഇവനെ രാജാവിൻ്റെ ഭടന്മാർ എന്തായാലും പിടിക്കും എന്ന് പറഞ്ഞു. ഇപ്പോൾ പറയുകയാണ്, അവർ വീണ്ടും ആലോചിക്കുകയാണ്, രാജാവിൻ്റെ ഭടന്മാർ എന്തായാലും പിടിക്കും എന്ന് രാത്രിയിൽ അവർ കൂടി ആലോചന നടത്തിയെന്ന്. അവർ വീണ്ടും ആലോചിക്കുകയാണ്, ഇവനെ രാജാവ് പിടിച്ച് ഇവൻ നമ്മുടെ ധനമെല്ലാം അവരെടുത്തതിന് ശേഷം ഇവനെ വധിക്കും. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിന് മുന്നേ നാം തന്നെ ഇവനെ ആരും അറിയാതെ വധിച്ചാൽ എന്താണ്, ഹനിച്ചാൽ എന്താണ് എന്ന് ആലോചിക്കുകയാണ്. ഇവനിങ്ങനെ ദിവസവും കളവ് ചെയ്താണ് നമുക്ക് ധനവും സമ്പത്തും കൊണ്ടുതരുന്നത്. അപ്പോൾ ഇവനെ രാജാവിൻ്റെ ഭടന്മാർ എന്തായാലും പിടിക്കും എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ഇപ്പോൾ അവർ ആലോചിക്കുകയാണ്, രാജാവ് പിടിച്ചാൽ ധനമൊക്കെ രാജാവ് കൊണ്ടുപോവുകയും ചെയ്യും, ഇവനെ വധിക്കുകയും ചെയ്യും. എന്നാൽ നാം ഇവനെ കൊന്നാൽ എന്താണ് എന്ന് ആലോചിക്കുകയാണ്. അവർ കൊന്നാൽ അവർക്ക് ആ ധനമൊക്കെ അവർക്ക് തന്നെ കിട്ടും, രാജാവ് എടുത്ത് കൊണ്ടുപോകേണ്ടെന്ന ആവശ്യം വരികയില്ല എന്നുള്ള ചിന്തയാണ് അവരെ അങ്ങനെ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത്. അവർ കൂടിയാലോചന നടത്തുകയാണ്. വിത്തം ധൃത്വ പുനശ്ച, എല്ലാ വിത്തങ്ങളും ധനവും അവർ എടുത്തിട്ട് മാരയിഷ്യതി നിശ്ചയ, ഇവനെ എന്തായാലും വധിക്കും. അതോ ഗോർത്തഗുപ്തയെ, അപ്പോൾ അത് അല്ലാതെ നമ്മൾ ഗുപ്തമായിട്ട് രഹസ്യമായിട്ട് ഗൂഢമായിട്ട് രഹസ്യമായിട്ട് അസ്മാബി നമ്മൾ കിം ന ഹന്യതേ, എന്തുകൊണ്ട് വധിച്ചുകൂടാ, രഹസ്യമായിട്ട് നാം തന്നെ ഇവനെ എന്തുകൊണ്ട് വധിച്ചുകൂടാ എന്ന് ആലോചിക്കുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. വിത്തം ഹൃത്വാ പുനശ്ചൈന്യം മാരയിഷ്യതി നിശ്ചിതം അദോർത്തഗുപ്തയേ ഗൂഢം അസ്മാഭി കിം ന ഹന്യതേ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം തത്സത്.